ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തങ്കമണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. തങ്കമണി അങ്ങനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രതീഷ് രഘുനന്ദൻ്റെ സംവിധാനത്തിൽ ദിലീപിനെ നായകനാക്കി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം ഉടലായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ്റെ വളരെ വ്യത്യസ്തം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ ആക്ഷൻ സിനിമകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചെസ്സ് പോലുള്ള സിനിമകൾ, സാധാരണയായിട്ട് കോമഡികളൊക്കെ ചെയ്തു വന്നിരുന്ന ദിലീപേട്ടൻ്റെ വ്യത്യസ്തമായ അന്ന് ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ചെസ്സ്. അദ്ദേഹത്തിന് ആക്ഷനും വഴങ്ങും എന്ന് തെളിയിച്ച ഒരു സിനിമയാണ്. അപ്പോൾ അതുപോലൊക്കെ തന്നെ ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. അതിനേക്കാൾ ഉപരി ഈ തങ്കമണി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു മലയോര ഗ്രാമം, അതിൻ്റെ പേരാണ് തങ്കമണി. അപ്പോൾ അവിടെ നടന്ന ഒരു റിയൽ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സംഭവം എന്താണെന്നും കാര്യങ്ങളുമൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. ബസ് റൂട്ടുമായിട്ടുള്ള ഒരു സംഭവം, അതിൻ്റെ ഒരു തർക്കം, ആ തർക്കം അതൊരു വലിയ ഒരു കലാപത്തിലേക്ക് എത്തിക്കുന്നു. അവിടുത്തെ നാട്ടുകാരെ ഒരുപാട് അത് ബാധിക്കുകയും ഒരുപാട് ക്രൂരതകൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്ത ഒരു പഴയ കാലഘട്ടത്തിലേക്ക്, അത് ഏകദേശം 1986 കാലഘട്ടത്താണ് ഇത് നടക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 1986 ഒക്ടോബറിൽ. അപ്പോൾ ആ സ്റ്റോറിയിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ആ സ്റ്റോറി എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സിനിമയിലേക്ക് വരാം. ഈ തങ്കമണി എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നാൽ, നേരത്തെ പറഞ്ഞു 2 കാലഘട്ടത്തിലായിട്ടാണ് ഈ ഒരു സിനിമ നടക്കുന്നത്. ഒരു മെലോ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത്, അതായത് ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊളിറ്റീഷ്യൻ കൊല്ലപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസന്വേഷണം, അതുമായിട്ട് ഒരു പോലീസ് ഓഫീസർ എത്തുകയും ആ ഒരു കേസന്വേഷണം പിറകിലേക്ക് പോകുമ്പോൾ, പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ തങ്കമണി എന്ന് പറയുന്ന റിയൽ സംഭവത്തിലേക്കാണ് ആ ഒരു കേസന്വേഷണം നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതി പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. ആ ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ചെറുപ്പക്കാരനായിട്ടുള്ള, വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആളായിട്ട് ദിലീപേട്ടൻ വരുന്നുണ്ട്. അതായത് ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിലുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ കാണിക്കുന്നത്. അതിനുശേഷം മനസ്സിൽ നിറയെ പക സൂക്ഷിക്കുന്ന ഒരു വാർദ്ധക്യകാലം ആയിട്ടും രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഘട്ടത്തിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മേക്ക് ഓവറിൽ അദ്ദേഹം വരുന്നുണ്ട്. ആബേൽ ജോഷുവ മാത്തൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതായത് അതിനകത്തെ പ്രധാനപ്പെട്ട ലീഡ് റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ദിലീപിൻ്റെ ഹീറോയിനായിട്ട് ഇതിനകത്തിലെത്തിയിരിക്കുന്ന നീത പിള്ളയാണ്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഘടകങ്ങൾ ഞാൻ പറയാം. ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ, അതായത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 കാലഘട്ടത്തിലും ഇതിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ കാണിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആർട്ട് വർക്കുകൾ, വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കുകളായിട്ടാണ്. പിന്നെ അതിനുശേഷം പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്റ്റണ്ട് സീൻ, ആക്ഷൻ സീൻസ്, പിന്നീട് ഇതിൻ്റെ ക്യാമറ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തോന്നി. പിന്നീട് പറയാനാണെങ്കിൽ ദിലീപും, അതായത് ഹീറോയും ഹീറോയിനും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സോങ്സ്. പിന്നെ സ്റ്റണ്ട് സീനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ, ഈ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് അവിടുത്തെ ആളുകൾക്ക് അന്നത്തെ കാലത്ത് പോലീസിൽ നിന്നുമുണ്ടായ മർദ്ദനവും കാര്യങ്ങളൊക്കെ അതേപടി നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിട്ടുമുണ്ട്. ഇതേ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ സംഭവം ആസ്പദമാക്കി പണ്ട് PG വിശ്വംഭരൻ ഇതാ സമയമായി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇതിനകത്തൊരു ഡയറക്ഷൻ പോകുന്നത്, ഈ തങ്കമണി എന്ന് പറയുന്ന സിനിമ പോകുന്നത്. നമുക്കറിയാം ദിലീപേട്ടൻ്റെ പഴയ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞ് ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, കോമഡിയോ അല്ലെങ്കിൽ ആക്ഷനോ, അത് നന്നായിട്ട് ആ ഒരു രീതിയിൽ ആ കഥാപാത്രത്തിന് 100% നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് തെറ്റാതെ തന്നെ ഈ സിനിമയിലും ചെയ്തിട്ടുണ്ട്. 2 കാലഘട്ടവും വളരെ ഗംഭീരമായിട്ട്, ചെറുപ്പകാലവും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലവും വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സിനിമയുടെ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയ കാര്യം അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെയാണ് കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. പിന്നീട് അതിനുശേഷം മറ്റുള്ള കോ ആക്ടേഴ്സൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തിപ്പം എടുത്തെടുത്ത് ഞാൻ പേര് പറയുന്നില്ല, എല്ലാവരും അവരോട് ചെയ്ത റോള് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയാനുള്ളത് പോലീസ് ഓഫീസറായിട്ട് വരുന്ന പ്രണിത. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്ക്രീൻ ടൈം കൂടുതൽ ഉള്ള ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഈ സിനിമയിലേക്ക് വന്നാൽ ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയും ഉണ്ടെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതല്ല. നമുക്കറിയാലോ കഥയുടെ പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കോമഡിക്ക് പ്രാധാന്യം ഉള്ള ഒരു സിനിമയല്ല ഇത്. അപ്പോൾ അത് കാരണം ആ ഒരു പ്രതീക്ഷയോടുകൂടി, ആ ഒരു മുൻകൂർ ധാരണയോടുകൂടി ദേവിയേതാരും ഈ സിനിമ കാണാൻ പോകരുത്.
ഏറെ നാളിന് ശേഷം ദിലീപേട്ടൻ്റെ ഒരു ആക്ഷൻ രംഗം കാണാൻ താല്പര്യം ഉള്ളവർ കൂടുതലും ഈ സിനിമ പോയി കാണുന്നതായിരിക്കും. കാരണം നമുക്കിപ്പോൾ ഓരോ സിനിമയും ഓരോ പാറ്റേണാണ്. 2 കാലഘട്ടം കാണിക്കുന്ന സിനിമയാകുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു റിയൽ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഫോക്കസോടുകൂടി കാണാൻ പോവുക. അല്ല ദിലീപേട്ടൻ്റെ യൂഷ്വൽ ഒരു കോമഡി പടം എന്നുള്ള രീതിയിൽ ഇത് കാണാൻ പോകരുത്. അവിടെയും ഇവിടെയൊക്കെ ചെറിയ ലാഗിങ് ഒക്കെ വരുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ കൂടിയും ആ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്റ്റൈലിഷാണ്, കുറച്ചുകൂടെ ആകർഷകമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു മെലോ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഇതിൻ്റെ ആദ്യ പകുതി ഈ പറഞ്ഞ ലാഗിങ് ഒക്കെ വരുന്ന സമയം നമുക്കൊരു ഡ്രാമ രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കുറച്ചൊക്കെ തോന്നിക്കുമെങ്കിലും പക്ഷേ അതൊക്കെ കവർ ചെയ്തുകൊണ്ട് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ വളരെ രസമായിട്ടാണ് അത് എടുത്തു പോയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. കാരണം നമുക്ക് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അതിൽ യാതൊരു സംശയവും ഒരിക്കലും OTT വന്നിട്ടോ അല്ലെങ്കിൽ TV വന്നിട്ട് കാണാമെന്ന് വിചാരിക്കരുത്. കാരണം ഇതിൻ്റെ അത്ര ഗംഭീരമായിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ്, അതായത് പോലീസുകാർ ഈ ആളുകളെയൊക്കെ ആക്രമിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ അസാധ്യ പെർഫോമൻസ്, അതിൽ യാതൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പോലെ തന്നെ പറഞ്ഞത് ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് 2 കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ട് വേർഷനായിട്ട് കാണിക്കണം. അപ്പോൾ അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. സിനിമയുടെ ഓരോ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പ്രേക്ഷക എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തായാലും ഒരു വർത്തായിട്ടുള്ള സിനിമയാണ്, 1 ടൈം വാച്ചബിൾ മൂവിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ തങ്കമണി ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. ഞാൻ പറഞ്ഞല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള സിനിമകൾക്ക്. അപ്പോൾ അത് കാരണം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.